അമേരിക്കയിൽ ചെന്നിട്ട് രാഹുൽ ഗാന്ധി നടത്തിയ വിവാദ പരാമർശങ്ങളടക്കം വലിയ രീതിയിൽ കോൺഗ്രസിന് തന്നെ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ AICCയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ നേതാക്കൾ രാഹുലിന്റെ പ്രസംഗത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. പല നേതാക്കളും രാഹുലിന്റെ പ്രസംഗത്തിൽ അമർഷം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം തന്നെ കൈക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനകളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് കത്തയച്ച് BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ. രാഹുൽ ദേശീയവിരുദ്ധ ശക്തികൾക്കൊപ്പം നിൽക്കുന്നുവെന്നാണ് കത്തിൽ നഡ്ഡയുടെ ആരോപണം. മോദിയെ രാഹുൽ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നുവെന്ന് നഡ്ഡ കത്തിൽ ചോദിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വിവാദ പരാമർശങ്ങളിൽ അതൃപ്തി അറിയിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഖാർഗെക്ക് കത്തെഴുതി BJP ദേശീയ അധ്യക്ഷൻ തിരിച്ചടിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് വായിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് എനിക്ക് തോന്നി. കത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ കൊള്ളരായ്മകൾ നിങ്ങൾ മറന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം അവഗണിച്ചതോ ആണെന്ന് തോന്നുന്നു. അതിനാൽ ആ കാര്യങ്ങൾ വിശദമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ കത്തെഴുതുന്നതെന്നാണ് നഡ്ഡ പറയുന്നത്. രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രശസ്തനായ രാജകുമാരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇപ്പോൾ കോപ്പി പേസ്റ്റ് പാർട്ടിയായി മാറിയതിൽ ഖേദമുണ്ടെന്ന് നഡ്ഡ കത്തിൽ പറയുന്നു. രാജ്യത്തെ ജനങ്ങൾ തുടർച്ചയായി തള്ളിക്കളഞ്ഞ പരാജയപ്പെട്ട ഒരു ഉത്പന്നത്തെ വീണ്ടും പോളിഷ് ചെയ്ത് രാഷ്ട്രീയ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത്. ആ കത്ത് വായിക്കുമ്പോൾ തന്നെ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും യാഥാർത്ഥ്യവുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് അത് വായിക്കുന്ന ആർക്കും മനസ്സിലാകും. രാഹുലിന് കൂടുതൽ താല്പര്യം ദേശീയവിരുദ്ധ ശക്തികളുമായാണ് എന്നതിൽ സംശയമില്ല. UPA സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് രാജ്യത്ത് ഒട്ടനവധി തീവ്രവാദ ആക്രമണം നടന്നത് നമുക്ക് ഓർത്താൽ നന്നാണ്. അതോടൊപ്പം തന്നെയാണ് രാജ്യത്ത് പാകിസ്ഥാൻ ഉൾപ്പെടെ തീവ്രവാദികൾ, അത് പാകിസ്ഥാൻ തന്നെ ട്രെയിൻ ചെയ്യുന്ന തീവ്രവാദികൾ രാജ്യത്തെ വിലസാനുള്ള സൗകര്യം UPA സർക്കാർ ഭരിച്ചിരുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് എക്കാലത്തും അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് പോലും അവർ സ്വന്തം പാർട്ടിയിലെ നേതാക്കളായിരുന്നു പ്രധാനമന്ത്രി കസേരയിലും രാഷ്ട്രപതി കസേരയിലും ഒക്കെ ഇരുന്നത്. അവർക്ക് പോലും സഞ്ചരിക്കാൻ ഏറ്റവും വില കുറഞ്ഞ വിമാനങ്ങളാണ് കോൺഗ്രസ് തന്നെ അവിടെയും ഒരു അഴിമതി കാണിച്ചിട്ടുണ്ട്. അതായത് സ്വന്തം പാർട്ടിയിലെ നേതാക്കളുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ താല്പര്യം ഒന്നും കോൺഗ്രസിനും ഇല്ല. അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം രാഹുൽ ഗാന്ധിക്കായിക്കോട്ടെ സോണിയാഗാന്ധിക്കായിക്കോട്ടെ ഏറ്റവും കൂടുതൽ താല്പര്യം വിദേശ ശക്തികളുമായി, അതായത് രാജ്യവിരുദ്ധ ശക്തികളുമായി ഒരു കൈ കൊടുക്കുക, രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ അമേരിക്ക യാത്ര, സ്വകാര്യമായ ഒരു അമേരിക്ക യാത്ര തന്നെ പല ശക്തികളുമായിട്ട്, അത് ഖലിസ്ഥാൻ തീവ്രവാദികളായിക്കോട്ടെ ഇന്ത്യക്ക് എതിരെ പ്രസംഗിക്കുന്ന ആളുകളുമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഒരു ചർച്ച നടത്തിയത്. അവിടുത്തെ അമേരിക്കയിലെ ഇന്ത്യൻ ജനങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്താനോ രാഷ്ട്രീയ വിനിമയം നടത്താനും പോലും രാഹുൽ ഗാന്ധി തയ്യാറായില്ല. ജമ്മു കാശ്മീരിലേക്ക് വന്നപ്പോൾ തന്നെ ഒമർ അബ്ദുള്ളയെ പോലെയുള്ള തീവ്രവാദ ടീമുകളുമായിട്ട്, അതായത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ഒരു കുറേ മണിക്കൂറോളം ചർച്ചകൾ നടത്തിയത്. അതിൽ തന്നെ നമുക്കറിയാം എത്രത്തോളമാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയോടുള്ള ഒരു അടുപ്പം അകലെയാണ് എന്നത്. ഇന്ത്യക്ക് എതിരെ പ്രവർത്തിക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താല്പര്യമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നതിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്.